ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വേറൊരു സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഇപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലയും കാഷ്യൂസും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു പകുതി തേങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ശേഷം 2 വെല്ലുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റാണ് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പേസ്റ്റിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, ചെറിയ തീയിൽ. അപ്പോൾ ആ ടൈമും കൊണ്ട് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇപ്പം നമുക്ക് നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഉള്ളിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കത് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ച തേങ്ങയുടെ മിക്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫൈൻ പേസ്റ്റാക്കി എടുത്ത മിക്സാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. നോക്കൂ, കണ്ടില്ലേ, ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. എല്ലാ മിക്സുകളും ഉള്ളിയും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ കഴുകി വെച്ച 2.5 കിലോ ചിക്കനാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ മസാല ചിക്കനിൽ പിടിച്ച് വരാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സോറി കേട്ടോ, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പാത്രം മാറ്റിയിട്ടുണ്ട്. 2.5 കിലോ ചിക്കനൊന്നും കൊള്ളുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെക്കണം. ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ നമ്മളത് ഒന്ന് അടച്ച് വെക്കണം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ. അതിന് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ ചൂടുവെള്ളം തന്നെ പ്രത്യേകം ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കറി ഇനിയും നമുക്ക് കൺസിസ്റ്റൻസി ഒന്നുകൂടിയും ലിക്വിഡ് കൂടെയുള്ളൂ, ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഇപ്പോൾ നമ്മളെ കറി ഒന്ന് ജസ്റ്റ് തിക്കായി ചെറുതായിട്ടൊന്ന് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് പൊടിയാട്ടോ ഞങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാല കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് താളിച്ച് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ചേർക്കണം. അത് ഓപ്ഷണലാണ്. ഞങ്ങൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ കസ്തൂരി മേത്തിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.